നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്ഭവനിലെത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ ദിവസമായിരുന്നു കൂടിക്കാഴ്ച. ഭാര്യ കമലയ്ക്കൊപ്പമായിരുന്നു മുഖ്യമന്ത്രി രാജ്ഭവനിൽ എത്തിയത്. 25 മിനിറ്റോളം നീണ്ട കൂടിക്കാഴ്ചയാണ് രാജ്ഭവനിൽ ഇന്നലെ നടന്നത്. സൗഹൃദ അന്തരീക്ഷത്തിലായിരുന്നു ഇരുവരുടെയും സംസാരവും അതുപോലെ തന്നെ ഇടപെടലും. സൗഹൃദ സന്ദർശനത്തിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം രാജ്ഭവനിൽ എത്തിയത്. രാജ്ഭവനിൽ പ്രഭാത നടത്തത്തിന് ഗവർണർ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചു. രാജ്ഭവനിൽ നടക്കാൻ പറ്റിയ അന്തരീക്ഷമാണല്ലോ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ഈ പരാമർശത്തിന് പിന്നാലെയാണ് ഗവർണർ രാജ്ഭവനിൽ മുഖ്യമന്ത്രിയെ നടക്കാൻ ക്ഷണിച്ചത്. മുഖ്യമന്ത്രി പറഞ്ഞത് ഗവർണർ ശരിവെക്കുകയും ചെയ്തു. രാജ്ഭവനിലേത് നല്ല അന്തരീക്ഷമാണെന്നും ഒരുമിച്ച് നടക്കാമെന്നും പിണറായിയോട് ഗവർണർ പറഞ്ഞു. നടക്കാൻ താനും കൂടാമെന്നും ഗവർണർ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ചിരിച്ചു, മറുപടി പറഞ്ഞില്ല. പൂച്ചെണ്ട് കഥകളി രൂപം നൽകിയാണ് മുഖ്യമന്ത്രിയെയും ഭാര്യയെയും ഗവർണർ സ്വീകരിച്ചത്. സാരിയും സുഗന്ധവ്യഞ്ജനങ്ങളും അടക്കം മുഖ്യമന്ത്രി കൈമാറി. തികച്ചും സൗഹാർദ്ദപരമായ കൂടിക്കാഴ്ച. റിപ്പബ്ലിക് ദിനത്തിൽ രാജ്ഭവനിൽ ഗവർണർ നടത്തുന്ന അറ്റ് ഹോം സൽക്കാര പരിപാടിയിലേക്ക് ഗവർണർ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചു. പരിപാടിക്കായി 800 പേരെ ക്ഷണിക്കും. ചടങ്ങിന്റെ ചെലവിനായി 20 ലക്ഷം രൂപ സർക്കാർ നൽകും. എന്തായാലും ഇപ്പോഴത്തെ ഗവർണറുമായി സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു തുടക്കം തന്നെയാണ് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും സർക്കാരുമായി ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന ഒരു പ്രഖ്യാപനത്തോട് തന്നെയാണ് പുതിയ ഗവർണർ കേരളത്തിലേക്ക് എത്തിയത്. എന്തായാലും തുടക്കത്തിൽ അദ്ദേഹം സർക്കാരുമായി നല്ല രീതിയിൽ സഹകരിച്ചു പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി പോകെ എന്താണ് അദ്ദേഹത്തിന്റെ മനോഭാവം, എന്താണ് അദ്ദേഹത്തിന്റെ രീതികൾ എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയുള്ളൂ. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി മുഖ്യമന്ത്രി ആദ്യ വർഷങ്ങളിൽ വളരെ സൗഹാർദ്ദപരമായി തന്നെയാണ് നീങ്ങിയത്. മുൻ ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് കേക്ക് മുറിച്ചു. മുഖ്യമന്ത്രിക്ക് കാശ്മീരിലെ വിലയേറിയ കുങ്കുമപ്പൂവിട്ട ചായപ്പൊടി മുഹമ്മദ് ഖാൻ സമ്മാനിച്ചു. ഇതൊക്കെ നമ്മൾ കണ്ട കാഴ്ചയാണ്. പിന്നീടായിരുന്നു ഇവർക്കിടയിലുള്ള അസ്വാരസ്യങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതും. അത് വലിയ രീതിയിൽ പിന്നെ പരസ്പരം ഒരു വേദിയിൽ കണ്ടാൽ ഒന്ന് മിണ്ടാതെ അല്ലെങ്കിൽ പരസ്പരം മുഖത്തോട് മുഖം പോലും നോക്കാത്ത രീതിയിലേക്ക് ആ ഒരു തർക്കം നീങ്ങുന്ന കാഴ്ചയൊക്കെ കേരളം കണ്ടതാണ്. മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയ്ക്കല്ലാതെ മുഖ്യമന്ത്രി രാജ്ഭവനിൽ അതിനുശേഷം പോകുമായിരുന്നില്ല. ഒരേ വേദിയിൽ മുഖാമുഖം നോക്കുന്നത് ഒഴിവാക്കി, പരസ്പരം അഭിവാദ്യം ചെയ്യുന്നത് ഒഴിവാക്കി, പരസ്പരം മിണ്ടാതെ ഇരു കൂട്ടരും തെന്നി മാറിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഈ പുതിയ ഗവർണറുമായി എങ്ങനെയായിരിക്കും മുന്നോട്ട് പോക്ക് എന്നതടക്കമുള്ള കാര്യം ഇനി വരും ദിവസങ്ങൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, മുൻ ഗവർണർക്ക് ഒരു യാത്രയയപ്പ് പോലും നൽകിയില്ല കേരളം എന്നതും വളരെ വിമർശന വിധേയമായതാണ്. എന്തായാലും പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഗവർണറെ മുഖ്യമന്ത്രി കണ്ടിരുന്നില്ല. ഗവർണറുമൊത്തുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആദ്യ കൂടിക്കാഴ്ചയാണ് ഇന്നലെ നടന്ന 25 മിനിറ്റോളം നീണ്ട കൂടിക്കാഴ്ച. ജനുവരി 2-നാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരള ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്തത്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ സർക്കാരിന്റെ വിവിധ വകുപ്പുകളെ ഗവർണർ പ്രശംസിച്ചു. മുൻ കേരള ഗവർണറെ ബീഹാറിൽ ഗവർണറായി നിയമിച്ച ശേഷം അവിടുത്തെ ഗവർണറെ കേരളത്തിലെ ഗവർണറായി നിയോഗിക്കുകയായിരുന്നു. അതേസമയം നയപ്രഖ്യാപന പ്രസംഗമൊക്കെ ഗവർണർ വായിച്ചിരുന്നു. കേരള സർക്കാർ നവകേരളം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുകയാണെന്ന നയപ്രഖ്യാപന പ്രസംഗത്തിലെ ആ ഭാഗം ഗവർണർ പ്രഖ്യാപിച്ചു. 15ാം കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ 13ാം സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയത്. മലയാളത്തിൽ നമസ്കാരം എന്ന് പറഞ്ഞായിരുന്നു ഗവർണർ പ്രസംഗം തുടങ്ങിയത്. പ്രസംഗത്തിനായി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെത്തിയ ഗവർണറെ ഗാർഡ് ഓഫ് ഓണർ നൽകിയായിരുന്നു സ്വീകരിച്ചത്. ഗവർണറായി ചുമതലയേറ്റ ശേഷമുള്ള ആർലേക്കറുടെ കേരളത്തിലെ ആദ്യ നയപ്രഖ്യാപനമായിരുന്നു നടന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് സർക്കാർ മുൻഗണന നൽകുന്നുണ്ടെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചു വരുന്നുവെന്നും ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.